സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ പ്രധാനമന്ത്രി മോദി അദ്ദേഹത്തിൻ്റെ ക്യാബിനറ്റിലുള്ളവർക്ക് അതേപോലെ തന്നെ അവരെ പിന്തുണയ്ക്കുന്ന ആർ എസ് എസ് ചമ്മിയിരിക്കുകയാണ്, വെടി തീർന്നിരിക്കുകയാണ്, മിണ്ടാൻ പറ്റുന്നില്ല. ഇതിൻ്റെയൊക്കെ ഒരു സിംറ്റംസ് മോദി നേരത്തെ ഒരു ഹിൻഡ് തന്നു. അത് പല ആളുകൾക്കും മനസ്സിലായില്ല, പക്ഷെ എനിക്കത് പിടികിട്ടി ഈ സംഭവം എന്തുവാണെന്ന്. ആർ എസ് എസിൻ്റെ 100ാമത്തെ വാർഷികത്തോടനുബന്ധിച്ച് ഇന്ത്യൻ പ്രധാനമന്ത്രി നടത്തിയ പ്രസംഗം, അതിനെ തുടർന്ന് മോഹൻ ഭാഗവത് അദ്ദേഹത്തിൻ്റെ ബർത്ത്ഡേ നടന്ന സമയത്ത് ലോകത്തില്ലാത്ത രീതിയിൽ മോദി ആർ എസ് എസിൻ്റെ ചീഫിനെ പുകഴ്ത്തുന്നു. വലിയ രീതിയിൽ ആർ എസ് എസിനെ വലിയ സംഭവമായിട്ട് മാറ്റുന്നു. അന്നേ ഞാൻ കണക്ക് കൂട്ടി, ആ സമയത്ത് 6ാമത്തെ റൗണ്ട് ഡിസ്കഷൻ കഴിഞ്ഞു ഇന്ത്യയും അമേരിക്കയും തമ്മിൽ ട്രേഡ് ഡീല്. അന്നേ എനിക്ക് പിടികിട്ടി ഇതിനകത്ത് എന്തൊക്കെയോ ഒളിഞ്ഞു കിടപ്പുണ്ട് കൃത്യമായിട്ട്. കാരണം 6ാമത്തെ റൗണ്ട് ഡിസ്കഷൻ കഴിയുമ്പോഴാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിയും ഇന്ത്യൻ ടീമും, അതായത് BJPയുടെ ഇന്ത്യൻ ടീം, ഇന്ത്യൻ പ്രധാനമന്ത്രി നിർദ്ദേശിച്ച് നെഗോഷിയേറ്റ് ചെയ്യുന്ന ടീം പീയൂഷ് ഗോയലിൻ്റെ നേതൃത്വത്തിൽ അവർ അമേരിക്കൻ ഡോട്ട് ലൈനിൽ ഒപ്പിട്ട് കൊടുത്തു.